അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 15 ശനിയാഴ്ച. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പ്രിയപ്പെട്ടവർക്ക് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. തൃശൂർ സ്വദേശി ബിനോയ് തോമസ്, കൊല്ലം സ്വദേശി സുമേഷ്, തിരൂർ സ്വദേശി നൂഹ്, പത്തനംതിട്ട സ്വദേശി മുരളീധരൻ, കൊല്ലം സ്വദേശി ഷമീർ, മലപ്പുറം സ്വദേശി ബാഹുലയൻ, നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബു, ഇടവ സ്വദേശി ശ്രീജേഷ്, കണ്ണൂർ സ്വദേശി വിശ്വാസ് കൃഷ്ണൻ, പയ്യന്നൂർ സ്വദേശി നിതിൻ, ചർക്കള സ്വദേശി രഞ്ജിത്ത്, തൃക്കരിപ്പൂർ സ്വദേശി കേളു എന്നിവരുടെ സംസ്കാരം ഇന്നലെ പൂർത്തിയായി. അന്ത്യാഞ്ജലി അർപ്പിക്കാനും കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കാനും നൂറുകണക്കിന് ആളുകളാണ് ഓരോ വീടുകളിലും എത്തിച്ചേർന്നത്. കൊല്ലം ആദിച്ചനെല്ലൂർ സ്വദേശി ലൂക്കോസ്, പുനരൂർ സ്വദേശി സാജൻ ജോർജ് എന്നിവരുടെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയം സ്വദേശികളായ സ്റ്റെഫിൻ, ഷിബു, ശ്രീഹരി എന്നിവരുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഷിബു വർഗീസിന്റെയും ശ്രീഹരി പ്രദീപിന്റെയും സംസ്കാരം നാളെയും സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ സംസ്കാരം തിങ്കളാഴ്ചയുമാണ് നടക്കുക. ഇന്നലെ രാവിലെ 10:25 മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ വിമാനം കുവൈത്തിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അന്ത്യോപചാരത്തിനും പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിനും ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മുഴുവൻ ആംബുലൻസുകളും മരിച്ചവരുടെ ജന്മനാടുകളിലേക്ക് യാത്രയായത്. ഒരു വീടെന്ന സ്വപ്നം ബാക്കി വെച്ചുപോയ കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഒരാഴ്ച മുമ്പാണ് ബിനോയ് തോമസ് ജോലി തേടി കുവൈത്തിലേക്ക് പോയത്. ലോക കേരള സഭയുടെ ഉദ്ഘാടന വേദിയിൽ സംസാരിക്കവെ മന്ത്രി വീണ ജോർജിനെ കുവൈത്തിൽ പോകാൻ അനുമതി നിഷേധിച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് ഔചിത്യമില്ലാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. നാടിന്റെ സംസ്കാരമാണ് അത്തരത്തിൽ പോകുക എന്നത്. മരിച്ച വീട്ടിൽ പോകുന്നത് ആശ്വസിപ്പിക്കാനാണ്. ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ടും കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ വ്യവസായിയും നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലി ലോക കേരള സഭയിൽ പങ്കെടുക്കില്ല. കുവൈത്ത് ദുരന്തത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സഹായവും പിന്തുണയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര വേണ്ടെന്ന് വെക്കുന്നതെന്ന് ലുലു ഗ്രൂപ്പ് അറിയിച്ചു. കുവൈത്തിൽ മരിച്ച പ്രവാസി ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾക്ക് 50 ലക്ഷം രൂപ വീതം സഹായധനം നൽകണമെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. കേരള സർക്കാരും മരിച്ചവരുടെ സാമ്പത്തിക നിലവാരത്തിന് അനുസരിച്ച് സഹായധനം വർദ്ധിപ്പിക്കണം. കേരളത്തിൽ നിന്നുള്ള MPമാർ ഒരുമിച്ച് പ്രധാനമന്ത്രിയെ കണ്ട് ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞ അദ്ദേഹം ഈ കാര്യത്തിന് ആവശ്യമെങ്കിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാണുമെന്നും വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന തീരുമാനവും ഔദ്യോഗിക പ്രഖ്യാപനവും വൈകാതെ ഉണ്ടാകും. വയനാട്ടിൽ രാഹുലിന്റെ ഒഴിവിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം ദേശീയ നേതാക്കൾക്കിടയിലും ശക്തമായി. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന പ്രമേയം കോൺഗ്രസ് അവതരിപ്പിച്ചെങ്കിലും ഇക്കാര്യത്തിലും രാഹുൽ ഗാന്ധി മനസ്സ് തുറന്നിട്ടില്ല. വയനാട്ടിലും റായ്ബറേലിയിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തീരുമാനം വരുമെന്ന രാഹുലിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നറിയാൻ കാത്തിരിക്കുകയാണ് പാർട്ടി നേതൃത്വം. CPMന്റെ കൊലപാതക കൊട്ടേഷൻ സംഘം പോലെയാണ് സൈബർ ലോകത്ത് പോരാളി ഷാജിയും കൂട്ടരുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. UDF നേതാക്കളെ സൈബർ ലോകത്ത് വളഞ്ഞിട്ട് ആക്രമിക്കാൻ പോറ്റി വളർത്തിയ പോരാളി ഷാജിമാരെ ഇപ്പോൾ തള്ളിപ്പറയുന്നത് തെരഞ്ഞെടുപ്പ് പരാജയം അവരുടെ തലയിൽ കെട്ടിവെച്ച് മുഖ്യമന്ത്രിക്കും CPM നേതാക്കൾക്കും രക്ഷപ്പെടാനാണെന്നും അദ്ദേഹം പറഞ്ഞു. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ മലബാറിൽ മാത്രമായി അധിക ബാച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഇന്ന് കോഴിക്കോട് വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്ന് KSU നേതാക്കൾ. തെക്കൻ ജില്ലകളിൽ കുട്ടികളുടെ എണ്ണം വളരെ കുറവുള്ള +1 ബാച്ചുകൾ ആവശ്യക്കാർ ഏറെയുള്ള മലബാറിലേക്ക് സ്ഥിരമായി മാറ്റണമെന്ന MSFന്റെ ആവശ്യത്തോട് KSUവിന് യോജിപ്പില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. മലബാറിൽ പ്രത്യേകമായി അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാണ് KSUവിന്റെ ആവശ്യം. ആലപ്പുഴ ജില്ലയിലെ വളർത്തുപക്ഷികളുടെ മുട്ട, ഇറച്ചി, കാഷ്ടം എന്നിവയുടെ വിൽപ്പനകളും ഉപയോഗവും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി.
പക്ഷിപ്പനി സംശയിക്കുന്നതും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നതുമായ മേഖലകളിലാണ് നിരോധനം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. JDS നേതാവ് HD കുമാരസ്വാമി NDA സർക്കാരിൽ മന്ത്രിയായതോടെ ഉടൻ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ കേരള JDSന് അന്ത്യശാസനം നൽകി CPM. കേന്ദ്രത്തിൽ മൂന്നാം മോദി സർക്കാരിലും കേരളത്തിൽ ഇടത് സർക്കാരിലും ഒരുപോലെ കക്ഷിയായി തുടരുന്ന പാർട്ടിയാണ് നിലവിൽ JDS. കേരള JDS തുടർ നടപടി സ്വീകരിക്കാൻ 18-ന് നേതൃയോഗം വിളിച്ചു. ബാർക്കോഴ ആരോപണത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യമില്ലാത്ത തലത്തിലേക്ക് അന്വേഷണം മാറ്റുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാതെ തന്റെ മകനെ ബാർക്കോഴയിൽ പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുള്ള മറുപടി മകൻ പറഞ്ഞിട്ടുണ്ടെന്നും ആവശ്യമില്ലാതെ CPM ആളുകളുടെ മേൽ ചെളി വാരി എറിയുകയാണെന്നും തന്റെ മകൻ അർജുന് ആ സംഘടനയുമായോ വാട്സ്ആപ്പ് ഗ്രൂപ്പുമായോ ഒരു ബന്ധവുമില്ലെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂരിൽ BJPയെ സഹായിക്കുന്ന പ്രവൃത്തിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ED ചെയ്തതെന്ന് MV ഗോവിന്ദൻ. കരുവന്നൂർ കേസിൽ EDയെ ഉപയോഗിച്ച് CPMന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. തൃശൂരിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് വോട്ടുകൾ വമ്പിച്ച രീതിയിൽ BJPക്ക് പോയിട്ടുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വടകര കാഫിർ വിവാദ പരാമർശത്തിൽ യൂത്ത് ലീഗ് നേതാവ് കാസിമിന്റെ ഫോൺ പരിശോധിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ. പ്രഥമദൃഷ്ട്യാ നടത്തിയ അന്വേഷണത്തിൽ കാസിം കുറ്റം ചെയ്തതാണെന്ന് കരുതുന്നില്ല. കേസിൽ 12 പേരുടെ മൊഴി രേഖപ്പെടുത്തി അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജ് ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് സൈബർ സെൽ അന്വേഷിക്കുകയാണെന്നും അന്വേഷണ സംഘം കേരള ഹൈക്കോടതിയിൽ പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി. കദളിക്കുലയും പണക്കിഴിയും സമർപ്പിച്ചായിരുന്നു ദർശനം. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് ഗുരുവായൂരിൽ എത്തുന്നത്. മണൽക്കടത്ത് സംഘവുമായുള്ള ബന്ധത്തിന്റെ പേരിൽ വളപട്ടണം സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് വിജിലൻസ് റിപ്പോർട്ട്. മെയ് 29-ന് വിജിലൻസ് DYSP P. മധുസൂദനൻ നായരുടെ നേതൃത്വത്തിൽ 4-അംഗ സംഘം നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണിത്. സ്വന്തം വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി അമ്പലപ്പുഴയിലെ റോഡിലൂടെ കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്ത വ്ളോഗർ സഞ്ജു ടെക്കി മോട്ടോർ വാഹന വകുപ്പിന് വിശദീകരണം നൽകി. വാഹനങ്ങളിലെ രൂപമാറ്റം ഗതാഗത നിയമലംഘനമാണെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് സഞ്ജു ടെക്കിയുടെ വിശദീകരണം. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നും കൂടുതൽ കടുത്ത നടപടിയിലേക്ക് കടക്കരുതെന്നും വിശദീകരണത്തിൽ സഞ്ജു ടെക്കി വ്യക്തമാക്കുന്നു. സഞ്ജു ടെക്കിയുടെ വിശദീകരണം പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചു. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കൂട്ടത്തല്ല്. ചെറുകഥാകൃത്ത് CV ശ്രീരാമന്റെ പേരിൽ കുന്നംകുളത്ത് സ്മാരക കെട്ടിടം നിർമ്മിക്കുന്നതിനെ ചൊല്ലിയാണ് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. സംഘർഷത്തിൽ വനിതാ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് പരിക്കേറ്റു. 2010-ൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ പ്രസിദ്ധ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ അരുന്ധതി റോയിയെ വിചാരണ ചെയ്യാൻ ദില്ലി ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ട് 2010 ഒക്ടോബർ 21-ന് സംഘടിപ്പിച്ച പരിപാടിയിൽ അരുന്ധതി റോയ് നടത്തിയ പ്രസംഗത്തിന് എതിരെയാണ് ദില്ലി പോലീസ് UAPA നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ദളിത് യുവാവുമായി പ്രബല ജാതിയിൽപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് നേതൃത്വം നൽകിയെന്നാരോപിച്ച് തിരുനെൽവേലിയിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് തല്ലിത്തകർത്ത് പ്രബല ജാതിക്കാർ. തിരുനെൽവേലി സ്വദേശികളായ യുവാവിന്റെയും യുവതിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസം ഓഫീസിൽ വെച്ച് നടത്തിയിരുന്നു. ഇതിൽ പ്രകോപിതരായ പെൺവീട്ടുകാരാണ് ഓഫീസ് അടിച്ചു തകർത്തത്. തെലങ്കാന മുൻ ഗവർണറും BJPയുടെ തമിഴ്നാട്ടിലെ മുതിർന്ന നേതാവുമായ തമിഴിസൈ സൗന്ദരരാജനുമായി കൂടിക്കാഴ്ച നടത്തി BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ. തമിഴിസൈയുടെ വസതിയിൽ വെച്ച് ഇന്നലെയായിരുന്നു കൂടിക്കാഴ്ച. പാർട്ടിക്ക് വേണ്ടി തമിഴിസൈ
കഠിനാധ്വാനം ചെയ്യുന്നുവെന്ന് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അണ്ണാമലൈ എക്സിൽ കുറിച്ചു. പോക്സോ കേസിൽ BS യെദ്യൂരപ്പയുടെ അറസ്റ്റ് കർണാടക ഹൈക്കോടതി തടഞ്ഞു. ജൂൺ 17 അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് ഹൈക്കോടതി നിർദ്ദേശം. ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് മുമ്പാകെ കുറ്റപത്രം സമർപ്പിക്കണം എന്നതിനാലാണ് അറസ്റ്റ് വാറന്റിന് അനുമതി തേടിയത് എന്ന് പോലീസ് വ്യക്തമാക്കി. 2 ദിവസം വൈകി യെദ്യൂരപ്പ ഹാജരാകുന്നതുകൊണ്ട് സ്വർഗം ഒന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ എന്ന് ചോദിച്ച കോടതി ജൂൺ 17 വരെ അറസ്റ്റ് പാടില്ല എന്നും നിർദ്ദേശം നൽകി. BJPയെ പരോക്ഷമായി വിമർശിച്ച് RSS ഉന്നത നേതാവ് ഇന്ദ്രേഷ് കുമാർ. അഹങ്കാരം ബാധിച്ചവരെ ശ്രീരാമൻ 240 സീറ്റിൽ ഒതുക്കിയെന്നാണ് ഇന്ദ്രേഷ് കുമാറിന്റെ വിമർശനം. BJPയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു വിമർശനം. ശ്രീരാമനെ എതിർത്തതുകൊണ്ടാണ് പ്രതിപക്ഷ മുന്നണി 2ാം സ്ഥാനത്തായതെന്നും അദ്ദേഹം പറഞ്ഞു. RSS നേതാവ് ഇന്ദ്രേഷ് കുമാറിന്റെ പരാമർശം ആയുധമാക്കി പ്രതിപക്ഷം. മോദിയുമായും BJPയുമായുള്ള ബന്ധം RSS ഉപേക്ഷിക്കണമെന്ന് CPI പറഞ്ഞു. അഹങ്കാരികളായ BJPക്കാരെ RSS അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നാണ് വിശ്വാസമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്തും പ്രതികരിച്ചു. ഇന്ദ്രേഷ് കുമാർ പറഞ്ഞത് പാതി സത്യമെന്ന് പ്രതികരിച്ച RJD ഇന്ത്യ സഖ്യത്തെ രാമദ്രോഹികളാക്കാനുള്ള ശ്രമം തെറ്റാണെന്നും വിമർശിച്ചു. അജിത് പവാർ വിഭാഗവുമായി സഖ്യമുണ്ടാക്കിയത് അബദ്ധമായെന്ന RSS മുഖപത്രമായ ഓർഗനൈസറിലെ ലേഖനത്തിന് പിന്നാലെ ഇരു പാർട്ടികളും വാക്പോരുമായി രംഗത്തെത്തി. അജിത് പവാറിന്റെ NCPക്കൊപ്പം തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയ BJPയെ ലേഖനത്തിൽ നിശിതമായി വിമർശിച്ചിരുന്നു. ഉത്തരാഖണ്ഡിലെ ബിൻസാർ വന്യജീവി സങ്കേതത്തിൽ കാട്ടുതീ പടർന്ന സംഭവത്തിൽ 10 ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് സസ്പെൻഷൻ. ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയാണ് നൈനിറ്റാലിലേക്കും പൌരി ഗാർഹാൽ ജില്ലകളിലേക്കും തീപടരാൻ കാരണമെന്ന് അന്വേഷണ റിപ്പോർട്ട്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നിർദ്ദേശത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നടത്തിയ കൂടിക്കാഴ്ചയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിക്കിടെ ആയിരുന്നു മോദി മാക്രോൺ കൂടിക്കാഴ്ച. പ്രതിരോധം, സുരക്ഷ, സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, സമുദ്രതല വാണിജ്യം തുടങ്ങിയ വിഷയങ്ങളും യുവാക്കളിലെ ഗവേഷണവും കണ്ടുപിടുത്തവും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നും മോദി വ്യക്തമാക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളെ സേവിക്കാനുള്ള മാർപ്പാപ്പയുടെ പ്രതിബദ്ധതയെ ആദരിക്കുന്നുവെന്ന് മോദി പറഞ്ഞു. G7 വേദിയിൽ വെച്ച് കണ്ടപ്പോഴാണ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. മാർപ്പാപ്പയെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് മോദി സംസാരിച്ചത്. മോശം കാലാവസ്ഥ കളിമുടക്കിയപ്പോൾ ന്യൂസിലാൻഡിന് പിന്നാലെ 2020 ലോകകപ്പിൽ നിന്ന് പാകിസ്ഥാനും സൂപ്പർ 8 കാണാതെ പുറത്തായി. മോശം കാലാവസ്ഥയെ തുടർന്ന് USA അയർലൻഡ് മത്സരം ഉപേക്ഷിച്ചതോടെയാണിത്. പോയിന്റ് പങ്കുവച്ചതോടെ ഗ്രൂപ്പ് എയിൽ നിന്ന് USA ഇന്ത്യക്കൊപ്പം സൂപ്പർ 8-ലെത്തി. യൂറോ കപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലൻഡിനെ 1-5 ഗോളുകൾക്ക് തകർത്ത് തുടക്കം ഗംഭീരമാക്കി ജർമ്മനി. ആദ്യ പകുതിയിൽ 3 ഗോളുകളും 2ാം പകുതിയിൽ 2 ഗോളുകളും അടിച്ച ജർമ്മനിയുടെ ആധിപത്യമായിരുന്നു മത്സരത്തിലുടനീളം കണ്ടത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.